ഫഹദിന് മാസ് പറ്റില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി മാത്രമല്ല രംഗൻ, ഫഹദിന് സൈക്കോ കഥാപാത്രങ്ങൾ മാത്രമേ പറ്റൂ എന്ന പുതിയ വിമർശനത്തിന് എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ കിരീടവും സതയവും വാനപ്രസ്ഥവും തകർത്താടിയാണ് ലാലേട്ടനായത്. മമ്മൂട്ടി തനിയാവർത്തനവും വിധേയനും ബ്രഹ്മയുഗവും അഭിനയിച്ചാണ് മമ്മൂക്കയായത്. ലോക സിനിമയിലെ മികച്ച നടന്മാർ നോക്കിയാൽ എല്ലാവരും ഇത്തിരി ഭ്രാന്തുള്ള റോളുകൾ അഭിനയിച്ച് തന്നെയാണ് ഓസ്കാർ നേടിയത്. റോബർട്ട് ഡി നീറോ, ജാക്ക് നിക്കൾസൺ എന്നിവരുടെ അടുത്ത് പോയിട്ട് ആരും വിമർശിക്കാറില്ല താങ്കൾ എന്താ ഗാങ്സ്റ്റർ റോൾസും ഭ്രാന്തൻ കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്നതെന്ന്. സേഫ് സോൺ റോൾസ് ചെയ്ത് സേഫ് ആക്ടർ സർട്ടിഫിക്കറ്റും വാങ്ങി മറ്റുള്ള നടന്മാരെ ഫാൻസ് തള്ളി മറിക്കുമ്പോൾ ഫഫ സൈക്കോ റോൾസ് ചെയ്ത് അഴിഞ്ഞാടട്ടെ. സിനിമ കണ്ടവർ മാത്രം തുടർന്ന് കാണുക. ഈ വീഡിയോയിൽ സ്പോയിലർ ഉണ്ട്. ഈ സിനിമയിലെ പ്രധാന വിമർശനം എന്തെന്ന് വെച്ചാൽ കഥയില്ല, സ്ക്രിപ്റ്റ് പോരാ, എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ എന്ന്. ഫഫയുടെ ആക്ടിംഗ് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട മൂവിയാണ് ആവേശം എന്നൊക്കെയാണ്. എന്നാൽ മിക്ക സിനിമകളുടെയും നട്ടല് കഥയാണ്. എന്നാൽ എല്ലാ സിനിമയും കഥയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല. ചില സിനിമയുടെ പ്രമേയങ്ങൾ കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആവേശം ആ തരത്തിൽ പൂർണ്ണമായും കഥാപാത്രത്തെക്കുറിച്ചുള്ള സിനിമയാണ്. ടാക്സി ഡ്രൈവർ, അമേരിക്കൻ സൈക്കോ, പൾപ്പ് ഫിക്ഷൻ എന്നീ സിനിമകൾ മികച്ച ഉദാഹരണമായി എടുക്കാം. ഇതിൽ എവിടെയാണ് കാമ്പുള്ള കഥ? ഇവിടെ കഥയ്ക്ക് പകരം ഇതിവൃത്തത്തെ മുന്നോട്ട് നയിക്കുന്നത് കഥാപാത്രങ്ങളാണ്. കഥാപാത്രത്തിന്റെ പ്രചോദനം, തെരഞ്ഞെടുപ്പുകൾ, പരിവർത്തനങ്ങൾ എന്നിവയാണ് പ്രധാനമായി ഇത്തരം സിനിമകളുടെ ഇതിവൃത്തം. കഥാപാത്രങ്ങൾ സാഹചര്യങ്ങളോട് പ്രതികരിക്കുകയും അവരുടെ അനുഭവങ്ങളും സൂക്ഷ്മഭാവങ്ങളും ഒക്കെയാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാതലായ ഘടകങ്ങൾ. അത്തരത്തിൽ ചിന്തിച്ചാൽ ഹോളിവുഡിലെ കഥാപാത്രങ്ങളോട് കിടപിടിക്കാവുന്ന തരത്തിൽ നർമ്മത്തിൽ ചാലിച്ച ഒരു അധോലോക ഭ്രാന്തൻ കഥാപാത്രമാണ് ഫഫയിലൂടെ മലയാളത്തിൽ കിട്ടിയിരിക്കുന്നത്. സ്ഫടികത്തിലും രാജമാണിക്യത്തിലും ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. എന്നാൽ ആവേശത്തിലെ ബാക്ക് സ്റ്റോറി അമ്മയുടെ വേർപിരിയൽ സീനിലൂടെ രംഗയുടെ യഥാർത്ഥ കഥാപാത്രത്തിന്റെ സൂചനകൾ നൽകുന്നുണ്ട്. എല്ലാ സിനിമകളും അവസാനിക്കുന്നത് ഒരു മാസ് ഫൈറ്റിലാണ്. എന്നാൽ ആവേശത്തിൽ ഫഫയുടെ അവസാനത്തെ 10 വിസ്മയകരമായ അഭിനയം രംഗണ്ണന്റെ യഥാർത്ഥ പേഴ്സണാലിറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. രംഗണ്ണൻ ഷമ്മിയുടെ അവതാരമാണോ? അല്ല എന്നാണ് എന്റെ മറുപടി. രംഗ കിരീടത്തിലെ സേതുബാന്ധാവാണോ? അതും അല്ല. എന്നാൽ ആരാണ് യഥാർത്ഥ രംഗണ്ണൻ എന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. രംഗൻ ചേട്ടൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുപ്പിച്ചാൽ ഞെക്കിക്കൊല്ലും എന്നീ ടൈപ്പുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതുപോലെയുള്ള ഒരു ഗാങ്സ്റ്ററാണ് രംഗൻ. രംഗന് വേണ്ടത് റിയലും ഡീപ്പുമായ സ്നേഹമാണ്. അത് അമ്മയുടെ സ്നേഹത്തിൽ മാത്രമല്ല, കള്ളും പണത്തിനു വേണ്ടി മാത്രം കൂടാതെ തന്നെ യാതൊരു മിൻവിധിയും ഇല്ലാതെ ഫ്രീ ആയി സംസാരിക്കുന്ന റിയൽ ഫ്രണ്ട്ഷിപ്പാണ് രംഗന്റെ ആവശ്യം. രംഗൻ സോഫയിൽ വേശികളൊത്ത് ഇരിക്കുന്ന സീനിൽ നിന്ന് മനസ്സിലാക്കാം വൈകാരിക ബന്ധമില്ലാത്ത ശാരീരിക ബന്ധമോ പ്രണയബന്ധമോ രംഗൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്നിട്ട് താൻ നേടിയ പണം, സമ്പത്ത്, അധികാരം എന്നിവയേക്കാൾ പ്രശംസയും പ്രശസ്തിയുമാണ് രംഗണ്ണൻ അഗാധമായി ആഗ്രഹിക്കുന്നത്. എങ്ങനെയെന്നാൽ ന്യൂസ് പേപ്പറിൽ തന്റെ ചിത്രം വരണമെന്ന് പറയുന്ന സിറ്റി ഓഫ് ഗോഡിലെ വില്ലനെ പോലെ. രംഗനും ഇൻസ്റ്റയിൽ ഫേമസ് ആവണം. പതിവായി ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുകയും ഇൻസ്റ്റയിൽ റീൽസ് ഉണ്ടാക്കിയും ഇൻസ്റ്റയിൽ ഒരു ലൈക്കും ഇല്ല എന്ന് വിലപിച്ച് തള്ളിമറിക്കുന്ന അറ്റൻഷൻ സീക്കിംഗ് ആയ ഒരു ഗുണ്ടയാണ് രംഗൻ. സീനിയേഴ്സിനെ ഇടിക്കാൻ രാത്രി പോകാതെ എല്ലാവരുടെ മുന്നിലിട്ടിടിച്ച് ഷോ ഓഫ് കാണിക്കാനാണ് രംഗ ആഗ്രഹിക്കുന്നത്. സിനിമയിലെ ഏറ്റവും കിടിലം സീനായ ഇന്റർവൽ ബ്ലോക്കിൽ ഇടിക്ക് ശേഷം കണ്ടുനിന്ന കാണികൾ കൈയടിക്കാത്തത് കൊണ്ട് 3 ഭാഷയിൽ പറയുന്ന രംഗം ഫഹദിന്റെ കോമഡി ടൈമിംഗിലെ ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. രംഗൻ ചേട്ടൻ എങ്ങനെ ഇത്ര സെറ്റപ്പ് ആയതെന്ന് ചോദിക്കുന്ന സീനിൽ ഫഹദിന്റെ പൊങ്ങച്ചം കാണിക്കൽ ഒരു രസമുണ്ട്. സിനിമയിൽ ലാഗ് ഉണ്ട് എന്ന് പറയുന്നവരോട് ആവേശം സിനിമയിൽ 2 സിനിമ ഉണ്ട് എന്ന് തന്നെ പറയാം. സിനിമയുടെ തുടക്കത്തിൽ സീനിയേഴ്സ് മൂലം ക്രൂരമായി റാഗിങ്ങിന് ഇരയായ അജുവും ബിബിയും ശാന്തനും പ്രതികാരം ചെയ്യാൻ ലോക്കൽ ഗാങ്സ്റ്ററായ രംഗണ്ണനെ മീറ്റ് ചെയ്യുന്നു. ഇന്റർവെൽ വരെ തമാശയിൽ പോകുന്ന കഥ പിന്നീട് മലയാളം സിനിമ കണ്ട ഏറ്റവും മികച്ച ഇന്റർവെൽ ബ്ലോക്ക് ഫൈറ്റോടുകൂടി ഹൈ പിച്ചിൽ അവസാനിക്കുന്നു. ഒരു പക്ഷേ വിക്രം ലെവലിൽ തന്നെ എന്ന് പറയാം. അവിടെ നിന്നുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഒരിക്കലും ഹൈ പിച്ചിൽ സിനിമയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. ഒരു സിനിമ ഒരേ പിച്ചിൽ പോകാൻ കഴിയില്ല എന്നതിന് മികച്ച ഉദാഹരണമാണ് മലയങ്കോട്ട് വാലിബൻ. വാലിബന്റെ പരാജയത്തിന് ഒരു കാരണം തന്നെയാണ് 3 ആക്ട് സ്ട്രക്ചർ ഇല്ലാത്ത സെയിം പിച്ച്. ആദ്യ പകുതിയിൽ കുട്ടികളെ രസിപ്പിച്ച കള്ളുകുടിയും തല്ലുപിടിയും രണ്ടാം പകുതിയിൽ അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളുകുടിയും ഫൈറ്റ് സീൻസും ആദ്യ പകുതിയിലെ റിപ്പീറ്റേഷൻ പോലെ തോന്നി. എന്നാൽ ആദ്യത്തെ 15 മിനിറ്റ് കഴിഞ്ഞാൽ സിനിമ രംഗയുടെ യഥാർത്ഥ സ്വഭാവം വ്യക്തമാക്കുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. ചിരിച്ചുകൊണ്ട് പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് ചിരിപ്പിക്കുന്ന ഡംഷറാട്സ് പോലെയുള്ള സീനുകൾ. സിനിമ അവസാനിക്കുന്നത് ഒരു കിടിലം ഫൈറ്റും ഫഹദിന്റെ ലോകോത്തര അഭിനയം കൊണ്ടും ആദ്യ പകുതി പോലെ രണ്ടാം പകുതിയും ഹൈ പിച്ചിൽ അവസാനിക്കുന്നുണ്ട്.
ഫഫ രംഗണ്ണനെ എത്ര ആഴത്തിൽ മനസ്സിലാക്കിയെന്നും ജിത്തു മാധവൻ എങ്ങനെയാണ് ആ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തതെന്നീ കാര്യങ്ങൾ ഈ സീനിൽ നിന്ന് മനസ്സിലാകും. ഈ സിനിമ മറ്റു ഭാഷകളിൽ റീമേക്ക് ചെയ്യുമ്പോൾ ഫൈനൽ സീന് ആരഭിനയിക്കണമെന്ന് കമന്റ് ബോക്സിൽ പറയുക. ഞങ്ങളുടെ അടുത്ത വീഡിയോയുടെ സബ്ജക്ട് ആരാണ് റിയൽ ഫഫ, എങ്ങനെയാണ് ഫഹദ് ഫാസിൽ ഓരോ കഥാപാത്രങ്ങളും ക്രാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.